നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിയിലേക്ക് വീഴാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ആ വീഴ്ച ഭൂമിയിൽ പതിക്കാതെ അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ സങ്കല്പിച്ചു നോക്കുക, ഒരു ദിവസം ചന്ദ്രൻ ഭൂമിയെ ലക്ഷ്യമാക്കി ഭൂമിയുടെ നേർക്ക് വരുന്നു എന്ന്. എന്തൊക്കെയാവും അപ്പോൾ സംഭവിക്കുക? നമുക്കറിയാം, ചന്ദ്രന്റെ ഗുരുത്വാകർഷണ സ്വാധീനം മൂലമാണ് കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവുന്നതെന്ന്. ചന്ദ്രൻ ഭൂമിക്ക് അരികിലേക്ക് എത്തുമ്പോൾ വേലിയേറ്റം ഉണ്ടാവുകയും വലിയ സുനാമി ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെല്ലാം അവയുടെ ഭ്രമണപഥം വിട്ട് പുറത്തു പോവുകയും അവ ഉപയോഗശൂന്യമാവുകയും ചെയ്യും. പിന്നെ അതിതീവ്രമായ ഭൂകമ്പങ്ങൾ ഉണ്ടാവും. കൂടാതെ നിരന്തരം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും സംഭവിക്കും. എപ്പോഴാണോ ചന്ദ്രൻ ഭൂമിയുടെ 11,000 മൈൽ അടുത്തെത്തുക, അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണം പൂർണ്ണമായും ഇല്ലാതെയാവും. കൂടാതെ ശനിയുടേതുപോലെ ഒരു വളയം ഭൂമിക്ക് ചുറ്റും പ്രത്യക്ഷപ്പെടും. പോരാത്തതിന് ചന്ദ്രനിൽ നിന്നും പൊടിപടലങ്ങളും പാറകളും മറ്റും ഉൽക്കാവർഷമായി ഭൂമിയിലേക്ക് പതിക്കും. ഭൂമി ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നേ നശിച്ചു പോയേനെ. ഭൂമി നിലനിൽക്കുവാനുള്ള കാരണങ്ങളെക്കാൾ കൂടുതൽ ഭൂമി നശിക്കുവാനുള്ള കാരണമാണ് അധികവും.